കേരളം മുഴുവൻ കാത്തിരുന്ന വാർത്തയിലേക്കാണ്. ആ നരാധമൻ പിടിയിലായിരിക്കുന്നു, ചെന്താമര പിടിയിലായിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പിടിയിലായിരിക്കുന്നു. ഗോകുൽ VS ഉണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, പലവട്ടം തിരഞ്ഞു നടന്നു ഇയാളെ, മണിക്കൂറുകൾ പലത് പിന്നിട്ടു. എവിടെ നിന്ന് പിടിച്ചു? പോലീസ് എന്താണ് പറയുന്നത്? പോത്തുണ്ടി ഭാഗത്തുനിന്ന് ഇയാളെ പിടികൂടിയെന്നുള്ള സൂചനയാണ് ലഭ്യമാകുന്നത്. പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്നല്ലെങ്കിലും ഇയാൾ പിടിയിലായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില സൂചനകളാണ് പുറത്തു വരുന്നത്. ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക്, നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ലഭ്യമാകുന്നു. അതായത് ഇതിനു മുൻപ് ഈ പ്രദേശത്ത് ഇയാളെ തിരച്ചിൽ നടത്തി, ഇപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അതിനിടയിൽ തന്നെ ചില പ്രത്യേക സംഘങ്ങൾ ഓരോ പ്രദേശങ്ങളായി തന്നെ ഉണ്ടായിരുന്നു. ആ സംഘങ്ങളെ പോലീസ് സംഘത്തിൽ ഇയാൾ അകപ്പെട്ടു, ആ പോലീസ് സംഘത്തിന്റെ കയ്യിൽ ഇയാൾ പെട്ടു എന്നുള്ള ഒരു വിവരമാണ് ലഭ്യമാകുന്നത്. നെന്മാറയിലേക്ക്, ഒരുപക്ഷെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിക്കും എന്നുള്ള സുപ്രധാനമായ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഉടൻ തന്നെ ഇയാളെ സ്റ്റേഷനിലേക്ക് എത്തിച്ചേക്കും എന്നുള്ള ഒരു സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. ചെന്താമര പിടിയിലായി എന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗോകുൽ, ഇരുട്ടാണ്, അത്രയും അധികം അന്വേഷണ സംഘം, അത്രയും അധികം ആളുകൾ ചേർന്ന് തിരച്ചിൽ നടത്തുന്ന വാർത്തകളൊക്കെ നമ്മൾ കുറച്ചു മുൻപ് കൊടുത്തിരുന്നു. അപ്പോഴും ചെന്താമരയെ കണ്ടു എന്ന് അവിടുത്തെ നാട്ടുകാരും കുട്ടികളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ആർക്കും സ്ഥിരീകരിക്കാനായില്ല. ഇപ്പോൾ ആ കണ്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആ ഭാഗത്തുനിന്ന് തന്നെയാണോ ചെന്താമര കസ്റ്റഡിയിലായെന്നുള്ള സൂചന വരുന്നത്? പോത്തുണ്ടി മേഖല എന്നുള്ളൊരു വിവരം മാത്രമാണ് ലഭ്യമാകുന്നത്. കൃത്യമായ സ്ഥലം നമുക്ക് ലഭ്യമായിട്ടില്ല. പോത്തുണ്ടി മേഖലയിൽ ഇയാൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ആ പ്രദേശത്ത് ഇയാൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്ത് തിരച്ചിൽ അവസാനിപ്പിച്ചതിന് ശേഷം ചില സംഘങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ സംഘങ്ങളിൽ പോലീസ് സംഘത്തിന്റെ കയ്യിലാണ് ഇയാൾ അകപ്പെട്ടത് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഇയാൾക്കായുള്ള വ്യാപകമായ തിരച്ചിൽ പോലീസ് നടത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിവരത്തിലേക്ക് പോലീസ് എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഇയാൾ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ തിരച്ചിലിനൊടുവിൽ ഇയാൾ പിടിയിലായി എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഗോകുൽ, പുതിയ വിവരങ്ങൾ ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. ബിനിൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, കേരള പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ, അത്രയും അധികം വീഴ്ചകൾ സംഭവിച്ചുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം കണ്ടെത്തിയ ഒരു കേസാണ്